കാർഷിക വാർത്തകൾ. വിലയിടിവിൽ തളർന്ന പച്ചത്തേങ്ങയ്ക്ക് വീണ്ടും നല്ല കാലം വന്നു. മാസങ്ങൾക്കിടെ ഘട്ടം ഘട്ടമായി ഉയർന്ന തേങ്ങ വില ഇപ്പോൾ സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. 5 വർഷത്തിലേറെയായി 23 മുതൽ 26 വരെയായിരുന്നു പച്ചത്തേങ്ങ വില. കഴിഞ്ഞ സെപ്റ്റംബറിൽ 39-ലെത്തി. ഡിസംബറിൽ വില 47-ലെത്തി. ഈ സമയത്ത് തേങ്ങ കൂടുതലായി എത്തിയെങ്കിലും വില 40-ലേക്ക് താഴ്ന്നു. കഴിഞ്ഞ മാർച്ച് 18-ന് തേങ്ങ വില ചരിത്രത്തിൽ ആദ്യമായി 60 കടന്നു. ഇപ്പോൾ പച്ചത്തേങ്ങയുടെ വില കിലോയ്ക്ക് 75 രൂപയും ഉണക്കത്തേങ്ങയുടെ വില കിലോയ്ക്ക് 85 രൂപയുമാണ്. തേങ്ങയ്ക്ക് വില കുതിച്ചുയരുമ്പോൾ കേരളത്തിലെ നാളികേര ഉൽപാദനം കൂപ്പുകുത്തിയിരിക്കുകയാണ്. കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, വെള്ളീച്ച എന്നിവയുടെ ആക്രമണവും കൂമ്പുചീയൽ, കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങളും കാരണം തെങ്ങുകൾക്ക് വ്യാപക നാശം സംഭവിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം 20% വരെ ഉൽപാദനം കുറഞ്ഞുവെന്നാണ് കാർഷിക വികസന കോർപ്പറേഷന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് 8 കോടിയോളം ഹെക്ടർ സ്ഥലത്താണ് നാളികേര കൃഷിയുള്ളത്. ഇവിടെ നിന്നുള്ള വാർഷിക ഉൽപാദനം 5522 ദശലക്ഷം നാളികേരമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചിരട്ട തേങ്ങാ ക്ഷാമവും വിലക്കയറ്റവും ആക്ടിവേറ്റഡ് കാർബൺ കയറ്റുമതിയെ പ്രതിസന്ധിയിലാക്കുന്നു. വിദേശ നാണ്യം നേടിത്തരുന്ന ആക്ടിവേറ്റഡ് കാർബണിലെ പ്രധാന ഘടകമായ ചിരട്ടക്കരിയുടെ ക്ഷാമമാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ വർഷം 1 ടൺ ചിരട്ടയ്ക്ക് 9,000 രൂപയായിരുന്നു വില. ഇപ്പോൾ 32,000 രൂപയ്ക്ക് മുകളിലായി. ഇക്കാലയളവിൽ 1 ടൺ ചിരട്ടക്കരിയുടെ വില ടണ്ണിന് 35,000 രൂപയിൽ നിന്ന് 95,000 രൂപയായി വർദ്ധിച്ചു. ഖനികളിൽ നിന്ന് സ്വർണം അരിച്ചെടുക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള ആക്ടിവേറ്റഡ് കാർബണാണ് മിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അസാധാരണ ശുദ്ധീകരണ ശേഷിയും ഔഷധ ഗുണവുമുള്ള ഇന്ത്യൻ കാർബൺ വ്യാപകമായി ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർബൺ കയറ്റുമതിയിലൂടെ 3,469 കോടി രൂപ ലഭിച്ചു. ഇത്തവണ 6,000 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷ. ചിരട്ടക്കരിയിലേക്ക് ഉയർന്ന ഊഷ്മാവിൽ നിയന്ത്രിതമായ തോതിൽ നീരാവി കടത്തിവിട്ട് ആഗിരണശേഷി വർദ്ധിപ്പിച്ചാണ് ആക്ടിവേറ്റഡ് കാർബണാക്കുന്നത്. വാട്ടർ ഫിൽറ്റർ, ഫേസ് പാക്കുകൾ, ടൂത്ത് പേസ്റ്റ്, പ്രീമിയം കാർ കർട്ടൻ, ബെഡ്റൂം കർട്ടൻ, AC, വായു ശുദ്ധീകരണം, കാർപ്പറ്റ് നിർമ്മാണം എന്നിവയ്ക്ക് ഇവ ഉപയോഗിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡയറി ഫാമുകളെയും ക്ഷീര സഹകരണ സംഘങ്ങളെയും നിരക്ക് കുറഞ്ഞ കാർഷിക താരിഫ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി KSEB. ക്ഷീരമേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചാണ് KSEBയുടെ നടപടി. സംഭരണ ശീതീകരണ സൗകര്യമുള്ള ഡയറി ഫാമുകളെയും ക്ഷീരസഹകരണ സംഘങ്ങളെയുമാണ് വാണിജ്യ വിഭാഗത്തിൽ നിന്ന് കാർഷിക താരിഫിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്തെ സഹകരണ ക്ഷീര പ്രസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായിരുന്നുവെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. മുൻപ് വാണിജ്യ താരിഫ് പ്രകാരം 1000 വാട്ടിന് 65 രൂപയായിരുന്നു. പുതിയ കാർഷിക താരിഫ് പ്രകാരം ഇത് 30 രൂപയായി കുറയും. പാൽ ശേഖരിച്ച സംസ്കരണ യൂണിറ്റുകളിലേക്ക് നൽകുന്ന പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ, ആനന്ദ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘങ്ങൾ, കണക്റ്റഡ് ലോഡിന്റെ 10% കവിയാത്ത ചില്ലറ വിൽപ്പനശാലകൾ എന്നിവയും ഈ ആനുകൂല്യത്തിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുട്ടനാട് പാടശേഖരങ്ങളിൽ കരിഞ്ചാഴി കീടത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി കീടനിരീക്ഷണ കേന്ദ്രം. നെൽകൃഷി പാടശേഖരങ്ങളിലാണ് നീരൂറ്റി കുടിക്കുന്ന ഈ കീടത്തിന്റെ സാന്നിധ്യമുള്ളത്. പുന്നപ്ര, നെടുമുടി, കൈനകരി, ചമ്പക്കുളം കൃഷിഭവനുകളുടെ പരിധിയിലെ പാടശേഖരങ്ങളിലാണ് കീടത്തിന്റെ സാന്നിധ്യം. നീരൂറ്റി കുടിക്കുന്ന ഈ കീടം ഇലകളിലും നടുനാമ്പിലും മുറിവുകൾ ഉണ്ടാക്കുകയും ഈ ഭാഗം വെച്ച് ഇലകൾ മുറിഞ്ഞു പോവുകയോ നടുനാമ്പ് വാടിപ്പോവുകയോ ചെയ്യും. കരിഞ്ചാഴി ഉണ്ടാക്കുന്ന മുറിവുകളിലൂടെ ഇലകരിച്ചിലിന് കാരണമായ ബാക്ടീരിയയുടെ വ്യാപനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആക്രമണം കൂടുതലാകുന്ന സാഹചര്യത്തിൽ ചെടികളിൽ വളർച്ച മുരടിപ്പ്, മഞ്ഞളിപ്പ്, നടുനാമ്പ് വാട്ടം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. മേഖലയിലെ മിക്ക കൃഷിയിടങ്ങളിലും ഇവയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. വെളുത്തവാവിനോടടുത്ത ദിവസങ്ങളിലാണ് കീടസംഖ്യയിൽ വർധനവുണ്ടാകുന്നത്. കീടസംഖ്യ കൂടുതലായി കാണുകയും നെല്ലിൽ ഓലമഞ്ഞളിപ്പ്, വളർച്ച മുരടിപ്പ്, നടുനാമ്പ് വാട്ടം മുതലായ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സാങ്കേതിക ഉപദേശമനുസരിച്ച് കീടനാശിനി പ്രയോഗം നടത്താം. മെറ്റാറൈസിയം, ബവേറിയ, മിത്രനിമ വിരകൾ എന്നിവ ഉപയോഗിച്ചും കീടസംഖ്യ നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് മൺസൂണിൽ അധിക മഴ ലഭിച്ചത് കാർഷികോൽപാദനം കൂട്ടുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഏലത്തോട്ടങ്ങളിൽ അഴുകൽ രോഗം. കാലവർഷത്തിനിടയിൽ രാജ്യത്ത് 10% അധിക മഴ ലഭിച്ചത് കാർഷികോൽപാദനം ഉയർത്തും. മഴ മൂലം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തേയില കൊളുന്തുന്നുള്ള തടസ്സപ്പെട്ടെങ്കിലും ഉയർന്ന അളവിലെ കരുതൽ ശേഖരവും ഇറക്കുമതി ചരക്കും തോട്ടം മേഖലയുടെ പ്രതീക്ഷകൾ തകിടം പറിച്ചു. ഓഫ് സീസണിൽ ഭേദപ്പെട്ട വില ഇലാപ്പൊടി തേയിലകൾക്ക് ഉൽപാദകർ പ്രതീക്ഷിച്ചെങ്കിലും വിപണി ഇനിയും ചൂടുപിടിച്ചിട്ടില്ല. വടക്കൻ സംസ്ഥാനങ്ങളിൽ തേയില വില ലേലത്തിൽ കുറഞ്ഞത് ദക്ഷിണേന്ത്യൻ ഉൽപാദകരെ ആശങ്കയിലാക്കുന്നു. കൊച്ചി ലേലത്തിൽ പൊടി തേയിലകളിൽ വാങ്ങൽ താൽപ്പര്യം നിലനിന്നെങ്കിലും വിദേശ ആവശ്യം ചുരുങ്ങിയത് CTC ഇല തേയിലയെ ചെറിയ തോതിൽ ബാധിച്ചു.
കാലവർഷത്തിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ അഴുകൽ രോഗം വ്യാപകമാകുന്നത് ഉൽപാദകരെ പിരിമുറുക്കത്തിലാക്കി. കൃഷിവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കങ്ങൾക്ക് തയ്യാറായാൽ മാത്രമേ വരും മാസങ്ങളിൽ ഉൽപാദനം കുറയാനുള്ള സാധ്യതകളെ പിടിച്ചു നിർത്താനാവൂ. ലേലകേന്ദ്രങ്ങളിൽ ചരക്ക് വരവ് 1,00,000 കിലോയിൽ ഒതുങ്ങുന്നത് ആഭ്യന്തര വിദേശ വാങ്ങലുകാരെ ഏലലേലത്തിൽ പിടിമുറുക്കാൻ പ്രേരിപ്പിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2,600 രൂപയിലും മികച്ച ഇനങ്ങൾ 3,000 രൂപയ്ക്ക് മുകളിലും ഇടപാടുകൾ നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ മൂലം റബ്ബർ ഉൽപാദകർക്ക് ടാപ്പിംഗിന് അവസരം ലഭിച്ചില്ല. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 209 രൂപയിലും 5ാം ഗ്രേഡ് 206 രൂപയിലും വിപണനം നടന്നു. ഇതിനിടയിൽ ജാപ്പനീസ് നാണയത്തിന്റെ മൂല്യം 4 മാസത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് നീങ്ങിയത് ഒരു വിഭാഗം വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു. എന്നാൽ മുഖ്യ കയറ്റുമതി കേന്ദ്രമായ ബാങ്കോക്കിൽ ഷീറ്റ് വില കുറഞ്ഞത് വിപണിയുടെ ആവേശം കുറച്ചു. പ്രതികൂല കാലാവസ്ഥ മൂലം തായ്ലാന്റിൽ റബ്ബർ ടാപ്പിംഗിൽ നിന്നും ഉൽപാദകർ വിട്ടുനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 209, RSS 5 205, ലാറ്റക്സ് 145, ജാതിക്ക 270, ജാതിപത്രി 1,600 മുതൽ 1,850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 68,500, കുരുമുളക് അൺഗാർബിൾ 66,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,800, കൊപ്ര 25,800, ചുക്ക് 22,500.